ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അഫാനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം നാളിതുവരെയും ഒരുപാട് തരത്തിലുള്ള നിഗമനങ്ങൾ ആളുകൾ അതിൻ്റെ പേരിൽ നടത്തുന്നുണ്ട്. നിഗമനങ്ങൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അലട്ടിയ ഒരു കുടുംബത്തിലെ മൂത്ത സന്തതിയാണ് അഫാൻ എന്ന 23-കാരൻ. 7 കൊല്ലമായി അയാളെ പിതാവ് ഈ സൗദി അറേബ്യയിൽ നിന്നും 1 രൂപ പോലും അയക്കാത്ത സാഹചര്യം ആ കുടുംബത്തിലുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഉമ്മയും 2 മക്കളും, അഫാൻ മൂത്തയാൾ, രണ്ടാമത്തെ അഫ്വാൻ എന്ന് പറയുന്ന അടുത്തയാളും, ഈ അഫ്വാൻ എന്ന് പറയുന്ന ഇളയ കുട്ടിയെയും ഈ അഫാൻ ഇല്ലാതാക്കി, അമ്മയെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം മായി എല്ലാവരും ഇല്ലാതാകണം എന്നുള്ള അഫാൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. സ്വയം ഇല്ലാതാകാൻ അയാൾ വേലിവിഷം തപ്പിയെടുക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും അയാൾ മാത്രം രക്ഷപ്പെട്ടു, അയാളുടെ ഉമ്മ രക്ഷപ്പെട്ടു, അനിയൻ മാത്രം ഇല്ലാതായി. കാമുകി പോയി, വാപ്പയുടെ ഉമ്മ പോയി, വാപ്പയുടെ സഹോദരനും ഭാര്യയും ഒക്കെ പോയി. എല്ലാം ഇയാൾ തന്നെ ഇല്ലാതാക്കിയതാണ്. പക്ഷേ അതിനുശേഷം ഇയാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന പല കുറ്റങ്ങളും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്നുണ്ട്. പക്ഷേ പ്രിൻ്റഡ് മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള പരാമർശങ്ങളും ഒന്നും വരുന്നില്ല. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇയാൾക്ക് രാത്രി കാലങ്ങളിൽ എവിടെയോ ഇയാൾക്ക് ഒരു പരിശീലനം കിട്ടുന്നുണ്ട്. അത് തീവ്രവാദികളുടെ പരിശീലനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇത് ചെയ്തത് എന്നുള്ളതാണ് ചിലർ പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഈ വാദഗതിയെ നമുക്ക് ശരിക്കു പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു ഫാക്ട്സ് നിങ്ങൾ നോക്കുക. തീവ്രവാദ പരിശീലനം കൊടുക്കുന്നത് സ്വന്തം ഉമ്മയെയും സ്വന്തം കാമുകിയെയും സ്വന്തം അനുജനെയും വാപ്പയുടെ ഉമ്മയെയും വാപ്പയുടെ സഹോദരനെയും അയാളുടെ ഭാര്യയെയും കൊല്ലാനാണോ തീവ്രവാദ പരിശീലനം? തീവ്രവാദം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ തീർച്ചയായും ഒരിക്കലും അനുവദനീയമല്ലാത്ത ചില തീവ്രവാദ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നൽകുന്ന പരിശീലനങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ടാകാം. പക്ഷേ ഇയാളത് പോയോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ പോയെങ്കിൽ ഈ പരിശീലനം കിട്ടിയത് കൊണ്ട് ഇയാൾ പോയി ഇതാണോ ചെയ്യുക? അപ്പോൾ 1-ാം റൗണ്ടിൽ തന്നെ ആ വാദഗതിക്ക് യാതൊരു സാങ്കത്യവുമില്ല എന്നുള്ളതാണ്, അടിസ്ഥാനമേ ഇല്ല എന്നുള്ളതാണ്. തീവ്രവാദ പരിശീലനം എന്ന് പറഞ്ഞാൽ സ്വന്തം വിശ്വാസം തന്നെ പങ്കുവെക്കുന്ന തൻ്റെ ബന്ധുക്കളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടോ ഒരു തീവ്രവാദി പരിശീലിക്കുന്നത്? 2-ാം റൗണ്ടിൽ ഈ വാദഗതി ഉയർത്തുന്നവർ ചെയ്യുന്നൊരു വലിയൊരു തമാശയുണ്ട്. അത് ഒന്ന്, ഈ വെഞ്ഞാറമൂടിൽ ഈ സംഭവം നടക്കുന്നതിന് കുറേ നാൾ മുമ്പ് കുറേ തെരുവ് നായ്ക്കളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്നല്ല, ഒരുപാട് നായ്ക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, തെരുവ് നായ്ക്കളെ. അപ്പോൾ സംശയം ഉന്നയിക്കുന്ന വ്യക്തികൾ പറയുന്നത് അഫ്വാൻ രാത്രികാലത്ത് പോയി ഈ നായ്ക്കളെ തലക്കടിച്ച് പരിശീലിച്ചതാണ് എന്നുള്ളതാണ്. അഫ്വാൻ അതിനു വേണ്ടിയാണ് രാത്രി പോകുന്നത് എന്നുള്ളതാണ് ഒരു വെർഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ, ഉമ്മയാകട്ടെ അനിയനാകട്ടെ കാമുകിയാകട്ടെ ഇല്ലെങ്കിൽ ഉപ്പയുടെ ബന്ധുക്കളാകട്ടെ, മനുഷ്യരാണ് അവരെല്ലാം, അവരെ തലക്കടിച്ച് കൊല്ലുന്നതിന് പരിശീലിക്കാൻ തെരുവ് നായ്ക്കളെ തലക്കടിക്കാൻ പോയ ഒരു വ്യക്തി എന്തു പറയാൻ? നമുക്കിത് ഭ്രാന്തല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമോ? നമുക്ക് ഈ വെഞ്ഞാറമൂടും പരിസരത്ത് പലയിടത്തും CCTV ദൃശ്യങ്ങൾ ഉള്ളതല്ലേ? അവിടെയെല്ലാം അഥവാ പരിശോധിച്ചാൽ ഇയാൾ രാത്രി പട്ടിയെ കൊന്ന് പരിശീലനം നടത്തിയിട്ട് ആ പരിശീലനത്തിൻ്റെ ഭാഗമായി വന്ന് അനിയനെയും ഉമ്മയെയും കാമുകിയെല്ലാം കൊന്നു. അതിനെന്തിന് ഒരാളുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുന്നതിന് എന്ത് പരിശീലനം? അതിൻ്റെ എന്തെങ്കിലും ആവശ്യം ആർക്കെങ്കിലും ഉള്ളതുണ്ടോ? ഒരാൾക്കും പരിശീലനമൊന്നും വേണ്ട. തലയുടെ പിന്നിൽ നിന്നും തലയിലേക്ക് അടിച്ചാൽ, ചുറ്റിക കൊണ്ട് വളരെ ശക്തിയോടുകൂടി അടിച്ചാൽ അപ്പോൾ തന്നെ തട്ടിപ്പോവും. യാതൊരു മനുഷ്യനും തീർന്നു. അതിന് പ്രത്യേക പരിശീലനവും അറിവും അതിനൊന്നും ഓൺലൈനിൽ സെർച്ച് ചെയ്യലും ഒന്നും ആവശ്യമില്ല. ഇനി പോലീസ് പലതും ഇയാളെ സെർച്ച് ചെയ്യുന്ന മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഉണ്ട്. അതെല്ലാം പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു സെർച്ചും ഇയാൾ ചെയ്തിട്ടില്ല. ഇനി പറയുന്നത് പോലീസ് മറച്ചു വയ്ക്കുന്നതാണ് ഈ തീവ്രവാദ ബന്ധം എന്നുള്ളതാണ്. പോലീസിനത് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? തീവ്രവാദിയാണെങ്കിൽ തീവ്രവാദിയാണെന്ന് പറയണ്ടേ?
പകൽ മുഴുവൻ വീട്ടിൽ അടച്ചിരിക്കുന്ന ഒരു വ്യക്തി. ഇതുവരെ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് അയാൾ പോയതായിട്ട് പോലീസിന് റിപ്പോർട്ടില്ല, ആർക്കും പരാതിയില്ല, ഇയാൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇയാൾ ഇതുവരെ ഈ അഫാനെ പൊതിഞ്ഞു പറയുന്നുവെന്ന് ആരും കരുതി കളയരുത്. ഇയാൾ ഇതുവരെയും മാനവും മര്യാദയുമായിട്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരുമായിട്ട് ശത്രുതയില്ല, നാട്ടുകാരുമായിട്ട് ശത്രുതയില്ല, എല്ലാവരോടും ചിരിച്ചും തമാശ കളിച്ചും നടക്കുന്ന ഒരാളായിരുന്നു. ഇയാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വികാരം ചില കാര്യങ്ങളാൽ തോന്നി, സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റ് പ്രശ്നങ്ങളാലൊക്കെ തോന്നി, ബന്ധുക്കളോടുള്ള ശത്രുത കാരണം തോന്നി. തോന്നാമോ? തോന്നാനേ പാടില്ല. ഇയാളെ നമ്മൾ പൊതിയുകയല്ല, പ്രൊട്ടക്റ്റ് ചെയ്യുകയല്ല. പക്ഷെ ചില ആക്ഷേപങ്ങൾ കാണുന്നത് കൊണ്ട് അതിൽ എത്രമാത്രം അതിന് വസ്തുതയുണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇനി അടുത്തു പറയുന്ന ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ എവിടെയുമില്ലാത്ത ചുറ്റിക വാങ്ങി. ആ ചുറ്റിക എവിടെയുമില്ല, മറ്റെങ്ങും കിട്ടാത്ത ഒരു പ്രത്യേക ബ്രാൻഡോട് കൂടിയുള്ള ചുറ്റികയാണ് ഇയാൾ അന്വേഷിച്ച് വാങ്ങിയതെന്നുള്ളതാണ്. ഇതിൽ ഞാൻ പറയുന്നത്, ഞാൻ നേരിട്ട് വെഞ്ഞാറമൂടിൽ ഈ സംഭവത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോയ വ്യക്തിയാണ്. അവിടെ ഈ ചുറ്റിക വാങ്ങിയ ആണ്ടവർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ് ഈ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്നതിന് തൊട്ട് എതിർവശത്തുള്ള കടയാണ് ആണ്ടവർ സ്റ്റോഴ്സ്. ഇത് മുമ്പ് ആ സ്റ്റോഴ്സിൻ്റെ തന്നെ വീഡിയോ എടുത്ത് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെഞ്ഞാറമൂട് സംഭവമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ നോക്കുക. അതിൽ ആണ്ടവർ സ്റ്റോഴ്സ് വ്യക്തമായും ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ അഫ്വാൻ എന്ന് പറയുന്ന ഇളയ സഹോദരന് കുഴിമന്തി വാങ്ങിയ ഹോട്ടൽ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇയാൾ ഈ ചുറ്റിക സൂക്ഷിക്കുന്നതിന് വേണ്ടി ബാഗ് വാങ്ങിയ കട ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം വീഡിയോ ഉണ്ട്, ഈ ചാനലിൽ തന്നെ താഴേക്ക് നോക്കുക. ഞാൻ ആ ഹാർഡ്വെയർ കടയിൽ നേരിട്ട് പോയി അതിൻ്റെ ഓണറിനോട് ചോദിച്ചതാണ്, എവിടെയാണ് ഈ ഈ ചുറ്റിക വെച്ചിരുന്നത്. അയാൾ എനിക്ക് കാണിച്ചു തന്നു. ആകെ ഈ അഫാൻ ഇത് വാങ്ങാൻ പോകുമ്പോൾ 2 ചുറ്റികയെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കടയ്ക്കകത്താണ് വെച്ചിരുന്നത്, പുറത്തല്ല. അപ്പോൾ അഫാൻ കാണിച്ചു കൊടുത്തു. ഇയാൾ എന്തോ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നതിനാണ് അഫാൻ വന്ന് ചോദിക്കുന്നത്. അയാൾ തല ഉയർത്തി നോക്കി പോലുമില്ല. അങ്ങറ്റം ഇരിപ്പുണ്ട്, നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അഫാൻ കയറിപ്പോയി അറ്റത്ത് കുട്ടയിലിരുന്ന 2 ചുറ്റുകയിൽ ഒരു ചുറ്റുക എടുത്ത് കൊണ്ട് വില ചോദിച്ചു. 250 രൂപയാണ് അതിൻ്റെ വില. ആ വിലയും കൊടുത്ത് ബില്ലൊന്നും വാങ്ങിയതുമില്ല. അഫാൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അല്ലാതെ അഫാൻ അവിടെ പോയി ഇന്ന ബ്രാൻഡ് ചുറ്റിക വേണമെന്നോ അത് വാങ്ങാനായിട്ട് പേര് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ സാധാരണ ഇരുന്ന 2 ചുറ്റിക അതിലൊന്ന് അയാൾ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതേ ഉള്ളൂ. അതിൽ അവശേഷിച്ച ഒരെണ്ണം പോലീസ് അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം വന്ന് ഈ കടയിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്തിനാണെന്ന് പറഞ്ഞാൽ, അത് അടിച്ച ചുറ്റികയും ഇതും തമ്മിലുള്ള സാമ്യത പരിശോധിക്കാനായിരിക്കാം. ആ ചുറ്റികയും എടുത്തുകൊണ്ട് പോലീസ് പോയി. ഇപ്പോൾ അവിടെ ചുറ്റികയില്ല. ഞാൻ പിന്നീട് അടുത്ത മറ്റൊരാവശ്യത്തിന് അവിടെ പോയിരുന്നു. റഹീമിനെ വെർഷൻ എടുക്കുന്നതിന് വേണ്ടി പോയപ്പോൾ ആ കടയിൽ ഞാൻ ചോദിച്ചു, ആ ചുറ്റിക ഒന്ന് അത് മോഡൽ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറയും, ഇപ്പോൾ ആ ചുറ്റിക ഇല്ലെന്നാണ് ആ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നതിന് മുമ്പ് വസ്തുതകൾ എന്തെങ്കിലും പരിശോധിച്ചിരിക്കണം. ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ആ വ്യൂസ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ചില നടപടിക്രമങ്ങൾ ചിലരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇതിപ്പം യൂട്യൂബ് ചാനലുകാരല്ല, ആരായിരുന്നാലും എയോ ബിയോ സിയോ ആരായിരുന്നാലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് തന്നെ ചിലർ ഈ ആക്ഷേപങ്ങളുമായി ഇറങ്ങിയിരുന്നു. ആരാണ് കൊന്നത് എ ആണെങ്കിൽ തീർച്ചയായും അതിൻ്റെ കാരണം ബി ആയിരിക്കും. അത് എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലാവണം. കൊന്നത് എ ആണെങ്കിൽ അത് ബി ആയിരിക്കും അതിൻ്റെ കാരണം. കൊന്നത് ബി എയോ സി എയോ ഡി എയോ എന്നുള്ളതല്ല, കാരണം ബി ആയിരിക്കും. ഇനി കൊന്നത് ആ തരത്തിലുള്ള വേറൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എ തന്നെ ആയിരിക്കും. ഇങ്ങനെ ചില നിഗമനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തീർച്ചയായും ഇയാളിപ്പോൾ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുകയാണ്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും അയാൾക്ക് ഭാഗികമായ ജീവൻ മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഇയാൾ ജീവനോടെ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല, ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അയാളുടെ പിന്നിൽ ഉണ്ടായിരുന്ന ഈ വികാരം, കൊല്ലാനുള്ള വികാരം എന്ന് പറയുന്നത് അയാളുടേതായ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്.
നിഗമനം നടത്തുന്നത് അയാൾ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പാടില്ല. ക്രൂരമായ കുറ്റമാണ്. അതിന് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ അയാൾ അർഹിക്കുന്നു. അത് കോടതി നൽകുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെയും വെർഷൻ. അയാളെ വെറുതെ വിടാനൊന്നും പാടില്ല. സ്വന്തം ഉറ്റവരെ ഇതുപോലെ അരിങ്കൊല ചെയ്ത ഒരാളിനെ ഒരു കാര്യത്തിലും നിയമത്തിൽ നിന്നും മാറ്റി നിർത്താനോ ഒഴിവാക്കാനോ ഒരിക്കലും ആവശ്യമില്ല. അത് ചെയ്യാനും പാടില്ല. കോടതി അങ്ങനെ ചെയ്യുകയുമില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്നതിനോടും ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു.